കുട്ടികൾക്കായുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് പ്രിയ ശ്രോതാക്കൾക്കായി ശശികല സുരേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, ലളിതഗാനം, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ, ശോഭനകുമാരി PM എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം ശശികല സുരേഷ് ആലപിക്കുന്ന ലളിതഗാനം. ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ. ഘനശ്യാമസന്ധ്യാഹൃദയം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിചാരം. പകലുമീരവും പകരും പദചലനലയമേളം. ഘനശ്യാമസന്ധ്യാഹൃദയം വസന്തങ്ങളീ വഴിയേ വന്നു. വനജോത്സ്ന കൈക്കുമ്പിൾ നീട്ടി രാസകേളി രമണീയം. മകരന്ദബിന്ദുവിൽ മയങ്ങി ഘനശ്യാമസന്ധ്യാഹൃദയം. ഇളം തെന്നൽ ചിന്തുക്കളും പാടി കണിക്കൊന്ന പൂങ്കൊമ്പിലാടി. പൂനിലാവും വനനിഴലും പുണരുന്ന മർമരം ഉണർന്നു. ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ. ഘനശ്യാമസന്ധ്യാഹൃദയം. അടുത്തതായി ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് നിഷാമോൾ P. മോഹനൻ. ഏകയുടെ മോഹം. ബുദ്ധ വരുന്നുണ്ടോ? ഏക സ്കൈ ബ്ലൂ കളറിൽ വെള്ള ഡിസൈൻ ചെയ്ത ഭംഗിയുള്ള വിൻഡോ കർട്ടൻ നീട്ടി വളർത്തി നെയിൽ പോളിഷ് ചെയ്ത വിരൽ കൊണ്ട് വകഞ്ഞു മാറ്റി പുറത്തെ നീണ്ട വാഹനവ്യൂഹത്തിലേക്ക് മിഴിനീട്ടി. ഇല്ല, നിരത്തിലെ തിരക്കിനിടയിലൂടെ അവൻ്റെ വാഹനത്തിൻ്റെ നിഴൽ പോലും കാണുന്നില്ല. ഇന്നത്തെ ഷോപ്പിങ്ങും ഫിലിമും അങ്ങനെ എല്ലാ പ്രോഗ്രാമും ചീറ്റിപ്പോയ മട്ടാണ്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇനിയിന്നിപ്പോൾ ഒന്നും നടക്കില്ല. ഒട്ടൊരു ദേഷ്യത്തോടെ ഏക മുടികൾക്കിടയിലൂടെ വിരൽ കടത്തി വലിച്ചു പറിച്ചു. എത്ര നാളായി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടികളാണ്. അവൻ എന്നും തിരക്കോട് തിരക്ക്. അതിനിടയിൽ വീണ്ടും കിട്ടിയ ഒരു ഒഴിവ് ദിവസമായിരുന്നു ഇന്ന്. ബട്ട് ഏതോ ഫ്രണ്ടിൻ്റെ വിദേശയാത്രയോടനുബന്ധിച്ചുള്ള എന്തോ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ ചെല്ലാൻ പറഞ്ഞുള്ള വിളി വന്നത് ഇതിനിടയിലാണ്. ഇന്നിങ്ങ് വരട്ടെ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ. ഓർഫനേജിലെങ്കിലും ഒന്ന് പോകാൻ കൂടെ വന്നാൽ മതിയായിരുന്നു. എത്ര നാളായി അവിടെ ചെല്ലാൻ തുടങ്ങിയിട്ട്. മദറിനാണെങ്കിൽ താൻ തനിച്ചു ചെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് സ്വീകാര്യവുമല്ല. താനാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതെന്ന് 100 വട്ടം പറഞ്ഞിട്ടും അവരുടെ മണ്ടയിൽ കയറണ്ടേ. ഇന്ന് എത്ര രാത്രിയായാലും ബുധയും കൂട്ടി പോയിട്ട് തന്നെ ബാക്കി കാര്യം. ഇനിയുള്ള പ്രോഗ്രാമുകളിൽ താൻ കൂടി പങ്കെടുക്കണോ വേണ്ടയോ എന്ന് താനാണ് പിന്നീട് തീരുമാനിക്കുന്നത്. അത്രയ്ക്ക് താൻ ശലഭയെ ഇഷ്ടപ്പെട്ടു പോയി. അവളെ മറ്റാരും കൊത്തിക്കൊണ്ടു പോകരുതെന്നുള്ളത് തൻ്റെ മാത്രം തീരുമാനമാണ്. കുഞ്ഞി ചിറകുകളുള്ള കൊച്ചുടുപ്പിട്ട ശലഭ തൻ്റെ നിഴൽ കാണുമ്പോഴേക്കും എന്ത് ഉത്സാഹത്തോടെയാണ് ഓടിവരുന്നത്. മദറിനോട് പറഞ്ഞെങ്കിലും തനിക്ക് മുന്നേ മറ്റാരെങ്കിലും ചെന്നാൽ അഡോപ്റ്റ് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ലത്രേ. ഇങ്ങനെ പോയാൽ അവനോട് താൻ ആ കുരുന്നിനായി ഒരു ഫൈറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഏകാന്തതയെ ഗർഭം ധരിച്ചുകൊണ്ടുള്ള തൻ്റെ ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യെന്നായിരിക്കുന്നു.
ശലഭ വന്നാൽ പിന്നെ കളിചിരികളുടെയും കൊഞ്ചി കരച്ചിലുകളുടെയും ശീലുകൾ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നെന്ന പോലെ തൻ്റെ വീട്ടിൽ നിന്നും ഉയരും. അതോർത്തപ്പോൾ ഏകയിലൂടെ ഒരു കുളിർമഴ പെയ്തിറങ്ങി. അതിൽപ്പെട്ട് ആകെ കുളിർ കോരിയിട്ട് നിൽക്കുമ്പോഴാണ് ഡോർബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. അവൾ പെട്ടെന്ന് തന്നെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. അതെ, അവൻ തന്നെ. തൻ്റെ മനസ്സറിഞ്ഞതുപോലെ ദാ വന്നിരിക്കുന്നു. കള്ളൻ. ഇത്തിരി ലേറ്റ് ആയാലും പോകാം, അല്ലെങ്കിൽ പിന്നെ നാളെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാലോ? ജോലി തിരക്ക്, ബിസിനസിൻ്റെ ഭാരം, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കം, ഇതിനിടയിൽ ചിലപ്പോൾ ഇക്കാര്യമേ വിട്ടുപോയേക്കാം. ഡോർ തുറന്നതേ ബുദ്ധ തിടുക്കത്തിൽ അകത്തേക്ക് കടന്നു. എന്നിട്ട് അവളുടെ നേരെ തിരിഞ്ഞ് ധൃതി കൂട്ടി. വേഗം റെഡിയാവൂ, ഇപ്പോൾ ഫിലിം തുടങ്ങും. ഇത് കേട്ടപ്പോൾ അവളുടെ മിഴികൾ ജ്വലിച്ചു. സങ്കടം കൊണ്ടും അമർഷം കൊണ്ടും താൻ നിന്ന് തിളയ്ക്കുന്നത് പോലെ ഏകയ്ക്ക് തോന്നി. അവൾ പൊട്ടിത്തെറിച്ചു. വാട്ട് നോൺസെൻസ്! ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ താൻ മറന്നോ ബുദ്ധ? നമുക്കിന്ന് മദറിനെ വിസിറ്റ് ചെയ്യാൻ പോണമെന്ന്. അവളുടെ എപ്പോഴത്തെ ഭാവമാറ്റം കണ്ട് അവൻ അമ്പരന്നു. എങ്കിലും അവളുടെ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന മുടിയിഴകളിൽ തഴുകി. എന്തു പറ്റി എൻ്റെ ഏകക്കുട്ടിക്ക്? മണ്ണാങ്കട്ട എന്ന് വെച്ചാൽ നിനക്ക് അറിയാത്ത പോലെ. ഞാൻ എത്ര പറഞ്ഞതാ മറ്റെന്ത് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നാലും ഇന്ന് ഓർഫനേജിൽ പോയേ പറ്റൂന്ന്. നീ അത് കേട്ടില്ല, പകരം എന്നെ ഫൂളാക്കുന്നു. നീ എന്ത് വ്യക്തിത്വമാടായി പറയുന്നത്? നമുക്കൊന്നുകൂടി ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് പോരെ ഇത്തരം എടുത്തുചാട്ടങ്ങളൊക്കെ? അത് ഞാൻ എന്നും പറയുന്നതാണല്ലോ. പിന്നെന്താ എൻ്റെ കുട്ടിക്കിപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞു ഭ്രാന്ത്? അത് പറ്റില്ല കേട്ടോ. എൻ്റെ കുഞ്ഞ് നീയും നിൻ്റെ കുഞ്ഞ് ഞാനും കുറേ നാൾ കൂടി നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അത് പോരേടാ. അത് കേട്ടപ്പോൾ ഏകയുടെ നീർമിഴി തുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടി. എന്താ ഇത് ഏക? താനൊന്ന് റിലാക്സ് ചെയ്യൂ, അപ്പോൾ ഒരു സമാധാനം കിട്ടും. ഞാനല്ലേ പറയുന്നത്. താനിങ്ങനെ രാപ്പകലില്ലാതെ കുഞ്ഞ് കുഞ്ഞ് എന്ന് ഓർത്തുകൊണ്ടിരുന്നിട്ടാണ് ഇത്രമേൽ അബ്നോർമൽ ആകുന്നത്. ഒന്ന് മാറ്റി ചിന്തിക്കൂ. കുറച്ച് നാൾ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോരയല്ലേ എല്ലാം കൊണ്ടും അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. തനിക്കൊരു ജോലി ഞാൻ റെഡിയാക്കി തരാം. സേവിങ്സ് എന്നതിലുപരി ടൈം പാസ് കൂടി ആകുമല്ലോ. തൻ്റെ പരാതിയും തീരും. ഏക ബുദ്ധയുടെ വായ ഇരു കൈകൾ കൊണ്ട് പൊത്തി. എന്നിട്ട് നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവനെ യാചനയോടെ നോക്കി. അങ്ങനെ പറയില്ലേ. എനിക്ക് ജോലി എന്നത് നമ്മളെ സംബന്ധിച്ച ഇവിടെ അപ്രസക്തമായ കാര്യമാണ്. എനിക്കാവശ്യം താലോലിക്കാനൊരു കുഞ്ഞാണ്. സമയം പോകുക എന്നതല്ല എൻ്റെ പ്രശ്നം. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ലേ? ഇനി അത് വയ്യടാ. എന്നെ സംബന്ധിച്ച് തീർത്തും അസഹ്യമാണത്. ബുദ്ധ ആശ്വസിപ്പിക്കുന്നത് പോലെ അവളുടെ മുടിയിഴകളിൽ തഴുകി. തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഒരു കുഞ്ഞെന്ന സ്വപ്നം സഫലമാകുന്നില്ല. എത്രയോ ഹോസ്പിറ്റൽ ഇപ്പോൾ പോയി കഴിഞ്ഞു. ദൈവനിശ്ചയം എന്താണെന്ന് ആർക്കറിയാം? അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഓർത്തപ്പോൾ അവനും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്തു പെണ്ണാണ്! ബാല്യത്തിൽ കളിക്കൂട്ടുകാരിയാകാനും, കൗമാരത്തിൽ കാമുകിയാകാനും, യൗവനത്തിൽ ഭാര്യയാകാനും, വാർദ്ധക്യത്തിൽ മക്കളുടെ തണൽ പറ്റി ജീവിക്കാനും ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്തത്? ഒരു പെൺകുട്ടി ഋതുമതിയാകുമ്പോൾ മുതൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ എന്ന സങ്കല്പമുണ്ടാകും. ഏകയും ഒരു പെണ്ണല്ലേ. തൻ്റെ ശമ്പളം തന്നെ ധാരാളം മതി ഒരു വലിയ കുടുംബത്തിന് തന്നെ ലാവിഷായി ജീവിക്കാൻ. അപ്പോൾ പിന്നെ തൻ്റെ കൊച്ചു കുടുംബത്തിന് വേണ്ടി അവൾ കൂടി കഷ്ടപ്പെടേണ്ടെന്ന് കരുതിയത് അതുകൊണ്ടാണ്. എവിടെയൊക്കെയോ തനിക്ക് പിഴച്ചു. തങ്ങളിൽ ആർക്കാണ് പ്രോബ്ലം എന്ന് ഇത്രയും നാൾ ആശുപത്രി കയറി ഇറങ്ങിയിട്ടും ആരും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള തങ്ങളുടെ പൊസിഷൻ ഓർത്താകാം. എന്തുമാകട്ടെ, മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ല അതെന്ന് ഫാമിലി ഡോക്ടറായ അരുന്ധതിയോട് എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും മുഖംമൂടി അണിഞ്ഞവരാണെന്ന് ചിലപ്പോഴൊക്കെ തനിക്കും തോന്നാറുണ്ട്. ബട്ട് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുമാത്രം ആരും പറയുന്നില്ല. ഇനിയിപ്പോൾ അവളോട് എന്താണ് പറയുക? കഴിഞ്ഞ വട്ടം ഫിറോസിനെ കണ്ടപ്പോൾ അവൻ പറയുകയാണ് തങ്ങളുടെ ലൈഫ് വെച്ചൊരു ഫിലിം ചെയ്താലോ എന്ന്. ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വലുതാണോ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമമെന്ന് ആരോടാണ് ചോദിക്കുക? ഏകയുടെ അമ്മ ഒരു കോളേജ് പ്രൊഫസറല്ലേ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ, കുട്ടികളെ നിരന്തരം അടുത്തറിയുന്നവർ. അവരില്ലാത്തപ്പോഴത്തെ ശൂന്യത ഒരുപക്ഷെ ഏകയുടെ അമ്മയ്ക്ക് അറിയാമായിരിക്കും. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ടെൻഷൻ അവർ കൂടി അറിയുമല്ലോ എന്ന സങ്കടമാണ്. ഏകയ്ക്കാണെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ ആരും അറിയരുതെന്ന് നിർബന്ധവുമാണ്. അത് വകവയ്ക്കാതെയാണ് താൻ തൻ്റെ അമ്മയോട് മനസ്സു തുറക്കുന്നത്. ഏക അറിഞ്ഞാൽ അവൾക്കതൊന്നും അംഗീകരിക്കാൻ കഴിയുകയുമില്ല. പിന്നെന്താണ് ഒരു വഴി എന്നോർത്തിട്ട് അവൻ്റെ ഹൃദയത്തിലെ ആളൽ കൂടിയതേയുള്ളൂ. അവരുടെ മനസ്സിലെ വേലിയേറ്റ വേലിയിറക്കങ്ങൾ അറിഞ്ഞിട്ടെന്നോണം എവിടെ നിന്നോ ഒരു കണ്ടെയ്നർ ലോറി മുന്നിലെ ഗേറ്റിന് വെളിയിലൂടെ പാഞ്ഞു പോകുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ അരണ്ട വെട്ടത്തിൽ ബുദ്ധ കണ്ടു. അവൻ അവളുടെ തിരുനെറ്റിയിലെ സിന്ദൂരരേഖയിലേക്ക് നോക്കിക്കൊണ്ട് ആ തിരുനെറ്റിയിൽ ഒരു മൃദു ചുംബനം നൽകി. എങ്കിലും അവളിൽ അത് യാതൊരു ഭാവചലനവും സൃഷ്ടിച്ചില്ല എന്നതോ പോകട്ടെ, ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ബുദ്ധയെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ മുരണ്ടു. എനിക്കിപ്പോൾ അറിയണം, യെസ് ഓർ നോ.
ഏകയുടെ ഭാവപ്രകടനം കണ്ട് ബുദ്ധ അവളെ തന്നെ അന്തിച്ചു നോക്കി നിന്നു. പിന്നെ മെല്ലെ പറഞ്ഞു, നീ ഒന്ന് അടങ്ങു പൊന്നു, ഞാൻ പറയട്ടെ. കുറച്ചുനാൾ കൂടി നമുക്കങ്ങ് പോയിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തനിക്ക് എന്താ അത് മനസ്സിലാകാത്തത്? ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ തന്നെ ഒരു ബാധ്യതയാണെന്ന് കരുതുന്നവരാണ് 99% പേരും. പിന്നെ താനെന്തിനു വിഷമിക്കുന്നു? എല്ലാം മാറും. അതുവരെ ദൈവത്തോട് കെഞ്ചിയും ഡോക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തുമൊക്കെ നമുക്കങ്ങ് ഉല്ലാസമായി ജീവിക്കാം. അതേ എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ ബുദ്ധ ഏകയെ നോക്കി. അപ്പോഴും അവൻ താൻ എന്തിനാണ് ഒരു പാവം പെണ്ണിനോട് ഇത്ര ക്രൂരമായി സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് 4-5 വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി തൻ്റെ കീറിയ കുപ്പായം നേരെ വലിച്ചിട്ടുകൊണ്ട് ഗേറ്റിൽ പിടിച്ചു കുലുക്കുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് ബുദ്ധയുടെ ശ്രദ്ധ ഏകയെ വിട്ട് അങ്ങോട്ടായി. ഏകയാണെങ്കിൽ ഒരു ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഒട്ടൊരു ഞെട്ടലോടെ ഉണരുകയായിരുന്നു. അവൾ നോക്കുമ്പോൾ അവിടെ എങ്ങും ആരുമുണ്ടായിരുന്നില്ല. ബുദ്ധയുടെ നീണ്ട കൂർക്കംവലി ബെഡ്റൂമിൽ നിന്നുയരുന്നത് ഏകയുടെ കാതുകളിൽ ഇടിമിന്നൽ പോലെ പ്രകമ്പനം കൊണ്ടു. ഒരിക്കൽ കൂടി തനിക്ക് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പിലും രാവിലെ തന്നെ ഓർഫനേജിലേക്ക് പോകാമെന്ന ബുദ്ധയുടെ ഉറപ്പിലും അവൾ അവനോട് ചേർന്ന് കിടന്നുറങ്ങി. ശലഭ എന്ന സ്വപ്നം കണ്ടുകൊണ്ടുള്ള സുന്ദരമായ ഉറക്കം. അതായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം നിദ്രാദേവി അവൾക്ക് സമ്മാനിച്ച മനോഹരമായ സമ്മാനം. ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥയാണോ ശ്രോതാക്കൾ കേട്ടത്? അവതരിപ്പിച്ചത് നിഷാമോൾ പി മോഹനൻ. അങ്കണത്തിൽ ഇനി ശശികല സുരേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. പൂക്കുന്ന കവിത. കവിത പൂക്കുന്ന കാനനച്ചോലയിൽ കളകളാരവത്തിൻ സംഗീതം കേട്ടു ഞാൻ. കവിത പോലൊഴുകുന്ന കാട്ടരുവിതൻ തീരത്ത് കൺമുന്നിൽ കണ്ടൊരാ കാടിൻ്റെ പൂക്കളെ. കവിത പോൽ വീശുന്ന കാറ്റിൻ്റെ മൂളലൻ കാറ്റിൽ തലോടിക്കടന്നുപോയി. കാറ്റിൻ്റെ കുളിർമയിൽ കവിത കുറിക്കുവാൻ കാനനപാതയിലൂടെ കാടിൻ്റെ ഗീതം തേടി നടന്നു ഞാൻ. കാടിൻ്റെ ഗീതം തേടി നടന്നു. കാട്ടുകുറിഞ്ഞി. കുറിഞ്ഞി പൂക്കും കാട്ടിലെ കുളിരു പെയ്യും മലയിലെ കുഞ്ഞിളം കാറ്റുമായി കൂട്ടരൊത്ത് പാറിവരൂ നീ പൈങ്കിളി, പാറിവരൂ നീ പൈങ്കിളി. വയൽക്കതിർ കൊത്തിപ്പറക്കാൻ വന്ന വണ്ണാത്തിക്കിളിയേയും വാലാട്ടിപ്പക്ഷിയേയും കൂട്ടിനായി കൂട്ടിവരുമോ നീ? കുന്നും പുഴയും കടന്ന് കുഞ്ഞിനരികിൽ കൂടണയാൻ തിടുക്കമായോ? കുഞ്ഞുവായിൽ കതിരു നുണയാൻ തിടുക്കമായോ? കൂകൂ പാടിയ പൈങ്കിളി കൂട്ടിനകത്തേക്ക് കുറുകലോടെ കുഞ്ഞിനെ മാറോടു ചേർത്താവോളം പുൽകിക്കൊണ്ടേയിരുന്നു, പുൽകിക്കൊണ്ടേയിരുന്നു. കാപ്പിപ്പൂവ്. കാപ്പി പൂക്കുമാ മഞ്ഞുകാലങ്ങളിൽ കൺകുളിർക്കെ കണ്ടു ഞാനാ പൂക്കൾ തൻ വശ്യത. കുളിരു കോരുന്ന തണുപ്പത്ത് കൂട്ടായി വിരിഞ്ഞ നാടൻ പെണ്ണേ, നിനക്കെന്തൊരഴകാണ്. സുഗന്ധം പരത്തും രാജ്ഞിയല്ലോ നീ. സുമുഖിയായി വിരിഞ്ഞും സുസ്മേരവതിയായി പ്രകാശിച്ചും സുന്ദരിയാം മാലാഖ പോൽ വിരാജിച്ചു നിൽപ്പവളെ.
മനം കുളിർപ്പിക്കും സുഗന്ധം, മനസ്സിൽ വസന്തകാലമൊരുക്കും. മാനത്തെ മാലാഖമാർ നിന്നെ മതിവരുവോളം ആസ്വദിപ്പൂ. മഞ്ഞു നിറഞ്ഞ രാവുകളിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവായിനിയും വരികയൻ നാടൻ പൂവാം കാപ്പിപ്പൂവേ, കാപ്പിപ്പൂവേ. ആത്മാവ്. എന്നന്തരാത്മാവിലെന്നും തളിർക്കുന്നൊരു പൂമരമുണ്ട്, സ്നേഹമെന്ന പൂമരം. ആ പൂമരത്തിൻ ചില്ലകൾ നിറയെ സ്നേഹത്തിൻ്റെ തളിരിലകളും കായ്കളുമാണ്. ചില പൂക്കൾ കൊഴിഞ്ഞെങ്കിലും പിന്നെയും പൂത്തുകൊണ്ടേയിരിക്കും. കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് പകരം തളിരിലകൾ തളിർത്തുകൊണ്ടേയിരിക്കും. എന്നന്തരാത്മാവിൽ സ്നേഹമെന്നും പൊഴിയാതെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. മുട്ടുകളായും പൂക്കളായും വലിയൊരു വടവൃക്ഷമായും വളർന്നുകൊണ്ടേയിരിക്കും. സ്നേഹത്തിന് മരണമില്ല. തുണിത്തൊട്ടിൽ. എത്രയോ താരാട്ടുപാട്ട് കേട്ടുറങ്ങിയൻ നമ്മയുടെ തുണിത്തൊട്ടിലിൽ. എത്രയോ രാത്രികൾ എനിക്കുറങ്ങാതെ നോമ്പു നോറ്റിരുന്നു എന്നമ്മ. എത്രയോ നാളുകളെന്നെ പാലൂട്ടി വളർത്തിയെന്നമ്മ. എത്രയോ നാളുകളെന്നെ പാളയിൽ കിടത്തി കുളിപ്പിച്ചെന്നമ്മ. എത്രയോ നാളുകളെനിക്കിങ്കു കുറക്കി അമ്മ തൻ വിരലാൽ നാവിൻ തുമ്പിൽ നുകർന്നു. എത്രയോ നാളമ്മിഞ്ഞ പാൽ നുകർന്നു തന്നു. ഇന്നുമെന്നമ്മിഞ്ഞ പാൽ മണത്തിൻ മധുരം നാവിൻ തുമ്പിൽ നുണഞ്ഞിടുന്നു. മറക്കില്ലൊരിക്കലും അമ്മേ, എന്നമ്മേ, നിന്നോർമ്മയിലീ മകളുടെ അശ്രുപ്രവാഹം, അശ്രുപ്രവാഹം. നീയും ഞാനും. നിൻമിഴികളിൽ കണ്ടൊരാ നനവ് എന്നിലേക്ക് കവിതകളായി നിറഞ്ഞു തുളുമ്പി. നിൻ പുഞ്ചിരി മാനത്തെ നക്ഷത്രങ്ങളെപ്പോൽ എന്നിലേക്ക് പിന്നിത്തിളങ്ങി. നീ പാടിത്തന്ന ഓരോ ഈണങ്ങളും രാഗങ്ങളും എൻ കാതിലിപ്പോഴും മന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. നീ ഏകിയ മയിൽപ്പീലിത്തുണ്ട് എൻ പുസ്തകത്താളിൽ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട്. നീയും ഞാനും നമ്മുടെ ശ്വാസനിശ്വാസങ്ങളും ഒരുമിച്ചു ചേർന്ന് പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞു ചേരട്ടെ. ശശികല സുരേഷ് എഴുതി അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് ശോഭനകുമാരി PM എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. വായനയാണ് ലഹരി. ലഹരിമുക്ത കേരളത്തിനായി പട നയിച്ചിടാം. തലയുയർത്തി കരമുയർത്തി ധീരരായി നടന്നിടാം. പോരുവിൻ യുവാക്കളെ, നാളെ തൻ പ്രതീക്ഷയെ നിങ്ങൾ തൻ കരങ്ങളിൽ ഭദ്രമാക്കിടണ്ടയോ. പോരുവിൻ യുവാക്കളെ, നാളെ തൻ പ്രതീക്ഷയെ നിങ്ങൾ തൻ കരങ്ങളിൽ ഭദ്രമാക്കിടണ്ടയോ. ലഹരി മാഫിയാവിരിക്കും വലയിൽ പെട്ടുഴലുവാൻ അനുവദിക്കുകയില്ല നമ്മൾ കേരള യുവതയെ. ലഹരി മാഫിയാവിരിക്കും വലയിൽ പെട്ടുഴലുവാൻ അനുവദിക്കുകയില്ല നമ്മൾ കേരള യുവതയെ. കുടുംബനാഥനാകിലും കൊച്ചുമക്കളാകിലും ലഹരി തേടിപ്പോയിടുമ്പോൾ വീടു നരകമല്ലയോ. അമ്മ തൂകും കണ്ണുനീരു കാണുവാൻ കഴിയണം.
ലഹരി നാടിനാപത്താണെന്നോർക്കണം സമസ്തരും. അമ്മ തൂകും കണ്ണുനീര് കാണുവാൻ കഴിയണം. ലഹരി നാടിനാപത്താണെന്നോർക്കണം സമസ്തരും. ഒരുമയോടുകൂടി നാം ഒത്തുചേർന്നു നീങ്ങിടാം. ലഹരിമുക്ത കേരളത്തിനായി പട നയിച്ചിടാം. അക്ഷരങ്ങൾ ലഹരിയാക്കി മാറ്റിടാം സഹചരെ. വായന തൻ ലഹരിയിൽ വിരിഞ്ഞിടട്ടെ ജീവിതം. അക്ഷരങ്ങൾ ലഹരിയാക്കി മാറ്റിടാം സഹചരെ. വായന തൻ ലഹരിയിൽ വിരിഞ്ഞിടട്ടെ ജീവിതം. അറിവ് നല്ലൊരായുധമായി മാറ്റിടാം നമുക്കിനി. ആയ കാലം രോഗമുക്തമായിടട്ടെ ജീവിതം. അച്ഛനമ്മമാരുമൊത്തു ജീവിതം കഴിക്കുവാൻ. കുടുംബവും കുരുന്നുമെന്നും മോദമോടെ വാഴുവാൻ. അച്ഛനമ്മമാരുമൊത്തു ജീവിതം കഴിക്കുവാൻ. കുടുംബവും കുരുന്നുമെന്നും മോദമോടെ വാഴുവാൻ. കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തൂവിടാതിരിക്കുവാൻ. ലഹരി വർജനം നമുക്കു ജീവചര്യയാകണം. കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തൂവിടാതിരിക്കുവാൻ. ലഹരി വർജനം നമുക്കു ജീവചര്യയാകണം. ലഹരിമുക്ത കേരളത്തിനായി പട നയിച്ചിടാം. തലയുയർത്തി കരമുയർത്തി ധീരരായി നടന്നിടാം. ചരിത്ര കേരളം നൂറ്റാണ്ടിലൂടെ. ആകാശനീലിമ തൊട്ടു തലോടുന്ന മാമലക്കാടിനുമപ്പുറത്ത് പച്ചമരതകപ്പട്ടുടുത്ത് കാലിൽ കുഞ്ഞിത്തിരയാൽ കൊലുസണിഞ്ഞ് അറബിക്കടൽ തിരയ്ക്കരുമയായി മലയാളമെന്നൊരു കൊച്ചുനാട്. അറബിക്കടൽ തിരയ്ക്കരുമയായി മലയാളമെന്നൊരു കൊച്ചുനാട്. ഒരു ജീർണ സംസ്കാരമാടി തിമിർത്ത ചരിത്രമുറങ്ങുന്ന നാട്. ഒരു ജീർണ സംസ്കാരമാടി തിമിർത്ത ചരിത്രമുറങ്ങുന്ന നാട്. ജാതി മേൽക്കോയ്മയും വർണ്ണഭേദങ്ങളും താണ്ഡവമാടിയ മണ്ണ്. ജാതി മേൽക്കോയ്മയും വർണ്ണഭേദങ്ങളും താണ്ഡവമാടിയ മണ്ണ്. അന്ധവിശ്വാസം പണം വിരിച്ചാടിയ ഭ്രാന്താലയമായ നാട്. അന്ധവിശ്വാസം പണം വിരിച്ചാടിയ ഭ്രാന്താലയമായ നാട്. മണ്ണിൽ പെണിയെടുക്കുന്നോർക്കൊരു വയർ ചോറു കൊടുക്കാത്ത കെട്ടകാലം. മണ്ണിൽ പണിയെടുക്കുന്നോർക്കൊരു വയർ ചോറു കൊടുക്കാത്ത കെട്ടകാലം. ഭക്ഷണം ചോദിച്ചാൽ തല്ലുകൊടുക്കുന്ന മാടമ്പിമാരുള്ള നാട്. ഭക്ഷണം ചോദിച്ചാൽ തല്ലുകൊടുക്കുന്ന മാടമ്പിമാരുള്ള നാട്. നാടിൻ്റെ സംസ്കാരം മാറ്റിമറിക്കുവാൻ ഒരു നവദീപം തെളിച്ചുകൊണ്ട്. നാടിൻ്റെ സംസ്കാരം മാറ്റിമറിക്കുവാൻ ഒരു നവദീപം തെളിച്ചുകൊണ്ട്. നാരായണ ഗുരുസ്വാമി വന്നു കൂടെ ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും. നാരായണ ഗുരുസ്വാമി വന്നു കൂടെ ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും. ശ്രീ വിവേകാനന്ദ സ്വാമി തൻ മാർഗവും നേരിൻ വഴി കാട്ടി നിന്നിവിടെ. ശ്രീ വിവേകാനന്ദ സ്വാമി തൻ മാർഗവും നേരിൻ വഴി കാട്ടി നിന്നിവിടെ. സാമൂഹ്യരംഗമുഴുതു മറിച്ചവർ ഒരു നവോത്ഥാനത്തിൻ വിത്തുപാകി. അന്നവർ പാകിയ വിത്തു മുളച്ചൊരു നവകേരളത്തിൻ തുടക്കമായി. അന്നവർ പാകിയ വിത്തു മുളച്ചൊരു നവകേരളത്തിൻ തുടക്കമായി. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജന്മി കുടിയാനും പോയി മറഞ്ഞു.
തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജന്മി കുടിയാനും പോയി മറഞ്ഞു. സാക്ഷര കേരളം വന്നു നമ്മൾ അക്ഷരജ്ഞാനമുള്ളോരുമായി. സാക്ഷര കേരളം വന്നു നമ്മൾ അക്ഷരജ്ഞാനമുള്ളോരുമായി. കുന്നും കുഴികളും കണ്ടു നടക്കുവാൻ മലയാള മക്കളറിവു നേടി. എല്ലാരും ഒന്നെന്ന മന്ത്രം പഠിച്ചൊരു നവകേരളം ഇന്നു സാധ്യമാക്കാം. എല്ലാരും ഒന്നെന്ന ശാന്തി മന്ത്രം പഠിച്ചൊരു നവകേരളം സാധ്യമാക്കാം. നമുക്കൊരു നവകേരളം പ്രാപ്തമാക്കാം. ഒരു നവകേരളം പ്രാപ്തമാക്കാം. ശോഭനകുമാരി PM എഴുതി അവതരിപ്പിച്ച കവിതകൾ, ശശികല സുരേഷ് എഴുതി അവതരിപ്പിച്ച കവിതകൾ ലളിതഗാനം, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.